നടക്കാൻ വേണ്ടി പോകുന്ന 6ാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മാഷി ഈ വീഡിയോയിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം നാളത്തെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എക്സാമിന് ചോദിക്കുന്നതായിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഏറ്റവും ആദ്യം നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു വട്ടം ഉണ്ടല്ലോ, വട്ടം ഒരേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഫ്രാക്ഷൻ ചെറുതാക്കുന്നത് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നിട്ട് വട്ടം ഉണ്ടല്ലോ, അത് ഒരേപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ആ ഫ്രാക്ഷനിൽ എന്താണോ തന്നത് ആ രൂപത്തിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറയും. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ആ ഫ്രാക്ഷന്റെ രൂപത്തില് നമ്മൾ വട്ടം മുറിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ എത്ര ഡിഗ്രി വീതം മുറിച്ചാലാണ് ആ ഫ്രാക്ഷനിൽ മുറിയുക. അപ്പൊ ഫ്രാക്ഷൻ തന്നിട്ട് നമ്മൾ അത് എത്ര ഡിഗ്രിയാണ് ആ വട്ടത്തിനുള്ളിൽ വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് എത്ര ആംഗിൾ എടുത്താലാണ് അങ്ങനെ വരയ്ക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതൊരു കാര്യം വിളിക്കേണ്ട, ഇന്ന് ഇത് 7 മണിക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാഷ് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പൊ വട്ടവും അതുപോലെ ഫ്രാക്ഷനും ഭിന്നസംഖ്യയും അതുപോലെ തന്നെ നമ്മുടെ സർക്കിളും വട്ടവുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ അത് നിർബന്ധമായിട്ടും അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വോളിയം എന്ന പാഠത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചതുരക്കട്ട, ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, അതായത് ക്യൂബോയിഡ്, നമ്മൾ ഇഷ്ടികയുടെ ആകൃതി ഉണ്ടല്ലോ, അതാണ് ക്യൂബോയിഡ്, റെക്ടാങ്കുലർ ബ്ലോക്ക്, ചതുരക്കട്ട എന്നൊക്കെ വിളിക്കാം. ഇഷ്ടികയുടെ ആകൃതി, അതിന്റെ വോളിയം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, വ്യാപ്തം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യൂബോയിഡ്, നമ്മൾ റുബിക് ക്യൂബ് കണ്ടിട്ടുണ്ടോ? നമ്മൾ കുറെ കള്ളിയുള്ള ഇങ്ങനെ കറക്കാനൊക്കെ പറ്റുന്ന റുബിക് ക്യൂബിന്റെ ഷേപ്പ്, അതിന്റെ ആകൃതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഒരേ ലെങ്ത് അല്ലേ? ഇപ്പോ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഒക്കെ സെയിം ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമ്മുടെ റുബിക്സ് ക്യൂബ് അല്ലെ? അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആയിട്ടുള്ള, നീളവും വീതിയും ഉയരവും ഒക്കെ സെയിം ആയിട്ടുള്ള ചതുരക്കട്ടിനെ വിളിക്കുന്ന പേരാണ് സമചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബ്. അപ്പൊ എന്താണ് ക്യൂബ് എന്നും ക്യൂബിന്റെ വോളിയം കാണാൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ക്യൂബിന്റെ ഒരു സൈഡ് നമുക്ക് തരുള്ളൂ, ആ സൈഡിനായിരിക്കും ബാക്കിയുള്ള എല്ലാ സൈഡും, അത് ആ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ വോളിയം കാണാൻ സാധാരണ പോലെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യലാണ്, ആ കാര്യം നമ്മൾ ബന്ധമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വോളിയം കണ്ടു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, ഇനി അതിൽ എത്ര ഹൈറ്റ് കൂടെ വെള്ളം വേണം, ആ രൂപത്തിലും കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോ വെള്ളത്തിന്റെ കണക്ക് വോളിയം കണ്ടു കഴിഞ്ഞാല് അതിനുള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അതിൽ എത്ര ഹൈറ്റിൽ വെള്ളം ഉണ്ട്, ഇനി എത്ര ഹൈറ്റിൽ കൂടെ വെള്ളം നിറയാൻ വേണ്ടി പറ്റും, ആ രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ വോളിയം എന്നുള്ള പാഠത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. അതാണ് മെയിൻ ആയിട്ട് വോളിയം എന്നുള്ള പാഠത്തിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ബാക്കിയൊക്കെ വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് കുറച്ച് ഷേപ്പുകൾ വരയ്ക്കാണെങ്കിൽ ചിലപ്പോൾ തരും. അതായത് ചിലപ്പോൾ സർക്കിൾ വരയ്ക്കാൻ തന്നെ ആയിരിക്കും, ഒരു ആംഗിൾ തന്നിട്ട് ഈ ആംഗിളില് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി, ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും. അപ്പൊ സൈഡുകളുടെ ലെങ്ത്തും ആംഗിളും തന്നിട്ട് ആ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. അങ്ങനെ ഒരു ചോദ്യം അടുത്ത എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സഡ് ഫ്രാക്ഷനുകൾ ഉണ്ടല്ലോ, 1/2, 2, 3/4, അങ്ങനെ നമ്പറും ഒരു ഫ്രാക്ഷൻ അടുത്തടുത്ത് വരുന്ന മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നം. ഈ മിശ്ര ഭിന്നത്തിനെ സാധാരണ ഭിന്നമാക്കാനും, അതായത് മിക്സഡ് ഫ്രാക്ഷൻ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാനും, പിന്നെ സിമ്പിൾ ഫ്രാക്ഷനുകൾ ഉപയോഗിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ചെയ്യാനും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാക്ഷനുകൾ സിംപ്ലിഫൈ ചെയ്യാനുള്ള ചോദ്യം, ഫ്രാക്ഷൻ ചെറുതാക്കാനുള്ള ചോദ്യം ഉണ്ടായിരിക്കും, അത് മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നിട്ട് ആ പറഞ്ഞതിൽ ശരിയായിട്ടുള്ള കാര്യം ഏതാണ്, തെറ്റായിട്ടുള്ള കാര്യം ഏതാണെന്ന് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെ അറിയാന്ന് വെച്ചാല്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും മിക്കവാറും ചോദ്യം ഉണ്ടായിരിക്കും, പുറത്തൊന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ചോദ്യം എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് ചോദിക്കുക. അതായത് ശരിയോ തെറ്റോ രൂപത്തിൽ ചോദിക്കാം. അപ്പൊ ഒരു കാര്യം പറയും, അപ്പൊ അത് അറിയുന്ന കുട്ടിയാണെങ്കിൽ, ഇപ്പൊ സാധാരണ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ മാത്സ് ചെയ്ത് ശീലമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കാര്യം അറിയായിരിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഇതിൽ ഏതാണ് ശരി, ഇതിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ സാധാരണ ബുദ്ധി ഉപയോഗിച്ചാണ് അങ്ങനെ ചെയ്യേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് എഴുതാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നിർത്താനും വിഷമിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പാറ്റേണുകളും തരുന്നുണ്ടായിരിക്കും. അതായത് പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ലാത്ത ഒരു ചിത്രം തന്നിട്ട് നമുക്ക് പറ്റുന്ന പോലെ അത് വരയ്ക്കാൻ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും സിമ്പിൾ. അതായത് നമുക്ക് വെറുതെ ഒരു ട്രയാങ്കിള്, അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു ട്രയാങ്കിള്, അതിനുള്ളിൽ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിച്ച് വരച്ചിട്ടുള്ള ഈ രൂപത്തിലുള്ള ഒരു ചിത്രമൊക്കെ, അതായത് സ്റ്റാർ മാതിരിയുള്ള ചിത്രമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനത്തെ പല പല ചിത്രങ്ങൾ തന്നിട്ട് പ്രത്യേകിച്ച് അളവും തന്നിട്ടുണ്ടായിരിക്കും നമ്മൾ വരയ്ക്കാൻ വേണ്ടി പറയും. അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ദിവസത്തെ എക്സാമിന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ടത്. ആകെ 6 കാര്യങ്ങളുള്ളൂ അല്ലേ. ഇതിൽ അവസാനത്തെ നമ്മൾ പഠിക്കാനില്ല, ജസ്റ്റ് നമുക്ക് പറ്റുന്ന പോലെ വരയ്ക്കാനാണ് ഈ ചോദ്യം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുക, എന്ത് ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ എക്സാമിന് ഉണ്ടാക്കുക. ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവില് നമ്മൾ മിക്ക കാര്യങ്ങളും പഠിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ 7 മണിക്കുള്ള ലൈവിന് എത്തുന്നതിന് മുമ്പേ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ മാരത്തോൺ ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈഫ് സെക്ഷനിൽ പോയി 6ാം ക്ലാസ്സിലെ മാരത്തോൺ കാണാൻ, അതും കൂടെ കാണുക. അത് ഇന്നത്തെ ലൈവിനും കൂടെ ആയിട്ട് നമ്മൾ എക്സാമിന് നാളെ ചോദ്യം ചോദിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർ നോട്ട് ചെയ്തോട്ടോ. താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിങ്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുക. അതിൽ 6ാം ക്ലാസ്സിലെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 6ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ല, നിങ്ങൾ 6ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട നോട്ടുകളും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകളും എല്ലാ കാര്യങ്ങളും ഈ വർഷം മുഴുവൻ നമ്മൾ ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ലൈവില് കാണാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരോടും കൂടെ പറയാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എക്സാമിൽ ഇവരെ പഠിച്ചുകൊണ്ട് കിട്ടുമോ. നമ്മുടെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ അവരും കൂടെ ഹെൽപ്പ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സർക്കാരും പോവാണ്. ബൈ ബൈ.